ഇപ്പോൾ CPIM നേതാവ് ശ്രീ നാസർ കൊളായി കൂടി ചേരുന്നുണ്ട്. നാസർ കൊളായി, ഇവരുടെയൊക്കെ കണക്കുകളും ഈ വിലയിരുത്തലും നോക്കുമ്പോൾ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്പാട്ടെത്തിയതുമില്ല. ഇത് സ്ത്രീകൾക്കൊന്നും അവർ പറഞ്ഞതുപോലെ ഒരു സാർവത്രികമായ സൗജന്യം എന്ന അർത്ഥത്തിൽ ഇല്ലാതാനും, എന്നാൽ KSRTCക്ക് വലിയ ആഘാതമാവുകയും ചെയ്യും. ഇതാണ് ഇതിനെയൊക്കെ ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്നിപ്പോ KSRTCയിലെ സ്ത്രീകളുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ആഘോഷപൂർവ്വം കുട്ടികോച്ച് ഇപ്പൊ യാത്രയൊക്കെ നടക്കുകയാണ്. ഇവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നത് ജൂൺ 15 മുതൽ അത് VD സതീശൻ വീടുകളിൽ കയറി പോയി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനൊപ്പം തന്നെ KC വേണുഗോപാലും പിഷാരടിയെ പോലുള്ളവരും ബസ്സിൽ കയറി സ്ത്രീകളോട് ഇതാ ഞങ്ങൾ ഇത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബസ്സിലേക്ക് വന്നിട്ടുള്ളത്. 15-ാം തീയതി മുതൽ നിങ്ങൾക്ക് എവിടെ പോകണം, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകണോ, അതോ ടൂറ് പോകണോ, വീടുകളിൽ പോകണോ, എവിടെ പോകണമെങ്കിലും KSRTC ബസ്സിൽ പൂർണ്ണമായ സൗജന്യ യാത്ര എന്നായിരുന്നു പറഞ്ഞിരുന്നത്. സ്വാഭാവികമായി ആ പ്രകടന പത്രിക വലിയ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ പ്രകടന പത്രിക സ്ത്രീകൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തി. ആ സ്വാധീനത്തിന്റെ ഭാഗം കൂടിയാണ് ഇവർ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ 15-ാം തീയതി പല സ്ത്രീകളും അത് സമര രംഗത്തുണ്ട്, അല്ലാതെയുള്ള ആളുകളും കയറി നോക്കുമ്പോൾ ഈ സൗജന്യ യാത്ര അനുവദിച്ചിട്ടില്ല. പിന്നീട് ഞങ്ങൾ ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടാണ് ഇപ്പൊ ജൂൺ 15-ാം തീയതി ഓർഡിനറി ബസ്സുകൾക്ക് മാത്രമായി സൗജന്യ യാത്ര ചുരുക്കിയിട്ടുള്ളത്. പ്രകടന പത്രികയിൽ എവിടെയും ഓർഡിനറി ബസ് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോ ഞാൻ മലബാറിൽ നിന്നാണ് സംസാരിക്കുന്നത്, കോഴിക്കോട് ജില്ല. ഞങ്ങളെ കോഴിക്കോട് ജില്ലയിലടക്കം മലബാറിൽ പൊതുവെ KSRTC തന്നെ വളരെ കുറവാണ്. ആ ഉള്ളതിൽ തന്നെയുള്ള ഓർഡിനറി ബസ്സുകൾ എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന എന്ന് വേണമെങ്കിൽ പറയാം ആ രൂപത്തിലുള്ള ഓർഡിനറി ബസ്സുകളാണ്. ഇന്നിപ്പോ തിരുവനന്തപുരത്ത് നടക്കം വരുന്ന വാർത്തകൾ കാണുമ്പോൾ ഇന്നലെ വരെ ഓർഡിനറി ആയി വരുന്ന ബസ്സുകൾ ഇന്നെന്താണ് സിറ്റി സ്പെഷ്യലോ സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്. വളരെ വ്യക്തമാണ്. എന്നാ പിന്നെ എന്തിനാണ് ഗവൺമെന്റ് അതിന് സിറ്റി ഫാസ്റ്റ് എന്ന് ഒപ്പിടുന്നത്? ഈ നിലയിൽ പോവുകയാണെങ്കിൽ കേരളത്തിലെ പല ബസ്സുകളിലും അതുപോലെ സിറ്റി ഫാസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാസ്റ്റ് സ്റ്റിക്കർ ഒട്ടിച്ച് അതിൽ നിന്ന് യാത്രക്കാരെ ഒഴിവാക്കാൻ ഇവർക്ക് സാധിക്കും. ഒരു പ്ലാനും ഇല്ലാതെ, പദ്ധതിയും ഇല്ലാതെ എത്ര രൂപ ഇതിന് ചെലവ് വരും, അതുകൊണ്ട് KSRTCക്ക് എന്തൊക്കെ സംഭവിക്കും എന്നൊന്നുമില്ല. ഇപ്പൊ നമുക്ക് അറിയാം, തൊട്ടടുത്ത കർണാടകയിൽ നടപ്പിലാക്കി അവിടുത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വളരെ നഷ്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ് ആ പ്രദേശത്ത് നിന്ന് വരുന്നത്. അപ്പോ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് എങ്ങനെ നടപ്പിലാക്കും, ഏത് രൂപത്തിൽ നടപ്പിലാക്കും, അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ എവിടെ നിന്ന് വരും എന്നുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ വാഗ്ദാനം നൽകി ആ വാഗ്ദാനത്തിൽ നിന്ന് പാതിയിലപ്പുറം വെറും ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമായി പിന്നോക്കം പോയി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തന്നെ ഒരു നിർബന്ധിതാവസ്ഥയിൽ കഴിഞ്ഞ 15-ാം തീയതി വന്നിട്ടുള്ള ആളുകൾ വന്ന് വലിയ പ്രശ്നമായി, ഗ്യാരണ്ടികൾ പാലിക്കുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് ഈ രൂപത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കിപ്പോ പറയാൻ കഴിയില്ല. പൊള്ളയായ